ഒരു സംശയമുള്ളത്, ഈ ഒക്ടോബറിൽ 1000 ചില്ലുവാനം പേര് ഇസ്രായേലിൻ്റെ ആളുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം തിരിച്ച് അറ്റാക്ക് ചെയ്തു. എത്രയോ ആയിരങ്ങൾ പലസ്തീനിൽ മരിച്ചു. പക്ഷേ വെടിനിർത്തൽ വന്നപ്പോൾ വിജയിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പലസ്തീൻ ഹമാസിൻ്റെയൊക്കെ ആഘോഷം കണ്ടത്. ഇതെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അതാണ് ഇസ്രായേലിൻ്റെ ഡിസൈൻ. ഗിവ് ദം ആൻ ഇംപ്രഷൻ ദാറ്റ് ദേ ഹാവ് വൺ. ഇസ്രായേൽ ഇപ്പം ചെയ്ത് നോക്ക്, 3 ബന്ദികളെയാണ് ഹമാസ് വിടുന്നത്. പകരം 400 പാലസ്തീനികളെ ഇവർ ഇറക്കി വിടുന്നു. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് 3 പേർക്ക് പകരം 1000 പേരെ കൊടുത്തു. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് അവർ വീണ്ടും 3 പേരെ തന്നു. ഇവർ 1000 പേരെ ഇറക്കി വിട്ടു. ജയിച്ചു. വാസ്തവത്തിൽ എന്ത് ജയിച്ചു എന്നാണ്? ഒന്നും ജയിച്ചിട്ടില്ല. ഇത്രയൊക്കെ സർവീലൻസ് ഉള്ള ഇസ്രായേലിന് ഈ ബന്ദികൾ എവിടെയായി ഇരിക്കുന്നതെന്ന് അറിയില്ല എന്ന് വാര്യത്തിന് തോന്നുന്നുണ്ടോ? ബന്ദികൾ, ആദ്യത്തെ സെറ്റ് ഓഫ് ബന്ദീസ് 3 സ്ത്രീകൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. എവിടെ നിന്നാണെന്നറിയാതെ ഒരു കാറ് വരുന്നു. ആ കാറ് തുറന്നിട്ട് ഏതോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ 3 സ്ത്രീകൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ഒരു സ്ത്രീ ചിരിക്കുന്നുണ്ടായിരുന്നു. 1.5 വർഷം തടവിൽ കഴിഞ്ഞ ആൾക്കാർ ഇത്ര ഹെൽത്തി ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത മട്ടിൽ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന മട്ടിൽ ഇറങ്ങി വരുമ്പോൾ നോ. ഹമാസിൻ്റെ തടവ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടിയിലെ തുരങ്കത്തിൽ കൃത്രിമമായിട്ട് ഓക്സിജൻ സൃഷ്ടിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഭൂമിക്കടിയിലെ ചെറിയൊരു ജയിലിൽ കിടക്കുന്ന പോലെയാണ് തുരങ്കം എന്ന് പറഞ്ഞാൽ വിശാലമായ വീടൊന്നുമല്ല. ഒരു 10 അടി ഉണ്ടാവും, കൂടിയാൽ 10 അടി പോലും ഉണ്ടാവില്ല. അതിനകത്ത് 1.5 വർഷം കഴിഞ്ഞ ആൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ആസ് ഇഫ് നത്തിങ് ഹാവ് ഹാപ്പൻഡ്. നമ്പർ 2, ഈ കാറ് എവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് ഇസ്രായേൽ കണ്ടുപിടിക്കില്ലേ? ഉറപ്പായിട്ട് കണ്ടുപിടിക്കും. ഗസയുടെ ഓരോ ഇഞ്ചും ഇസ്രായേലിൻ്റെ സർവീലൻസിലാണ്. ഇസ്രായേലിന് അറിയാം ഇവരെവിടെ ഇരിക്കുന്നു. ഞാൻ ഇമാജിൻ എ സിറ്റുവേഷൻ, ഹമാസ് ഇസ്രായേലിന് മെസ്സേജ് കൊടുക്കുന്നു, എൻ്റെ പൊന്നു ചേട്ടാ അടി നിർത്ത്, ഞാൻ ഈ ബന്ദികളെ അങ്ങോട്ട് വിട്ടുതരാം. ഇസ്രായേൽ പറഞ്ഞു വേണ്ട, ബന്ദികളെ നീ അവിടെ നിർത്തിക്കോ. ബന്ദി നിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴേ എനിക്ക് നിന്നെ തല്ലാൻ പറ്റുള്ളൂ. ബന്ദിയെ മുഴുവൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ തല്ലാൻ ന്യായം എന്താ? തല്ലാനൊരു ന്യായമില്ലല്ലോ പിന്നെ. അതുകൊണ്ട് ബന്ദിയെ വിടണ്ട. ഇല്ല, ഞാൻ തുറന്നു വിടും. തുറന്നു വിട്ടാൽ നിൻ്റെ കുടുംബം ഞാൻ നശിപ്പിച്ച് കളയും. ദിസ് ഇസ് ദ വേ ദേ ഓപ്പറേറ്റ്. എന്ന് മാത്രമല്ല, ഈ നരേറ്റീവ് ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ്. ഗാസ ജയിച്ചു, പാലസ്തീൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാട്ടം നടത്തുക. ഇവിടെ മീഡിയ 1 വരെ തുള്ളിച്ചാടും. ബട്ട് വാസ്തവത്തിൽ സംഭവിച്ചത് എന്താ? ഇസ്രായേൽ വികസിച്ചു, ഗോലാൻ ഹൈറ്റ്സ് അവരുടെ കയ്യിൽ വന്നു. ലെബനനിൽ 86-ന് ശേഷം ആദ്യമായിട്ട് ലെബനനിൽ അവർ ഇസ്രായേലിൻ്റെ പതാക പാറിച്ചു. ലെബനൻ്റെ കുറേ സ്ഥലം കൂടെ എടുത്തു. എല്ലാം കൊണ്ടും ഇസ്രായേൽ മച്ച് മോർ കംഫർട്ടബിളായി. അതേസമയം മറ്റവർക്ക് സെലിബ്രേറ്റ് ചെയ്തോളാൻ ഒരു കാരണവും കൊടുത്തു. കാരണമില്ലാതെയും അവർ സെലിബ്രേറ്റ് ചെയ്യും, ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് ഇസ്രായേൽ ചെയ്ത ക്രൂരകൃത്യങ്ങൾ മുഴുവൻ വാഷ് ഔട്ട് ചെയ്യപ്പെടും. നാളെ ഇതുപോലത്തെ ഈ പറഞ്ഞ ലേഖനമൊക്കെ എഴുതുന്നവരുണ്ടല്ലോ, അന്ന് നടന്ന കടുത്ത യുദ്ധത്തിൽ തോറ്റ് തുന്നമ്പാടിയ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് ലേഖനം എഴുതും. ഇസ്രായേൽ ഡസൻ കെയർ ഫോർ ദാറ്റ്. ശരി, നീ ലേഖനം എഴുതിക്കൂ, ഭൂമി എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഇതാണ് അവർ ചെയ്യുന്ന പൊളിറ്റിക്സ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഈജിപ്റ്റ് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല. ഈജിപ്റ്റും ജോർഡാനും കൂടെ ഇവരെ മക്കളെ ഇങ്ങോട്ട് പോരെ, അയാളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയായി കഴിഞ്ഞിട്ട് നിങ്ങളെ തിരിച്ചുവിടാം. പിന്നെ 20 വർഷമാണല്ലോ ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. 20 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം.